കൊച്ചി മെട്രോ കോയമ്പത്തൂർ വരെ നീട്ടണമെന്ന ആവശ്യം ആവർത്തിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അന്ധമായി വിമർശിക്കാതെ കായിക അടിസ്ഥാന വികസന രംഗത്ത് ഉത്തർപ്രദേശിലെല്ലാം ഉണ്ടായ വികസനം എന്താണെന്ന് പരിശോധിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃപ്പൂണിത്തുറയിൽ BJPയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദീർഘവീക്ഷണത്തോടെ മോദി സർക്കാർ രാജ്യത്തിന്റെ സർവോന്മുഖമായ വികസനം യാഥാർത്ഥ്യമാക്കുകയാണ്. മെട്രോ തൃശൂർ വരെ നീട്ടണമെന്ന തന്റെ പരാമർശത്തെ പലരും അവഹേളിച്ചു. ഒരു വാണിജ്യ ഇടനാഴി എന്ന നിലയിൽ മെട്രോ കോയമ്പത്തൂർ വരെ നീട്ടുകയാണ് വേണ്ടത്. ഇതിന് ഡൽഹി മെട്രോ മാതൃകയാണ്. നിങ്ങളൊരു കമേഴ്ഷ്യൽ കോറിഡോർ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ വരെ നീളുന്ന അന്നും എന്നെ പറഞ്ഞ് അവഹേളിച്ചത് എങ്ങനെയാണെന്നറിയാം. കൊച്ചി മെട്രോ കൊച്ചി പട്ടണത്തിന് വേണ്ടി മാത്രമാണ്. അവരെ എനിക്ക് ഊളകൾ എന്ന് മാത്രമേ പറയാനൊക്കൂ. ഇതിന് മാത്രം വിധിക്കപ്പെട്ട രാഷ്ട്രീയ വർഗങ്ങളാണ് നിങ്ങളെ കഴിഞ്ഞ 50 വർഷം വഞ്ചിച്ചുകൊണ്ടിരുന്നത്. 2036 ഭാരതത്തിൽ ഒളിമ്പിക്സ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 36 അല്ലെങ്കിൽ 40 അത് സാധ്യമായിരിക്കും. രാജ്യത്ത് ഒളിമ്പിക്സ് വരുമ്പോൾ അതിനനുസൃതമായ വികസനം എല്ലായിടത്തും ഉണ്ടാകും. കായിക അടിസ്ഥാന വികസന രംഗത്ത് ഉത്തർപ്രദേശിലുണ്ടായ വികസനം എന്താണെന്ന് പരിശോധിക്കണമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. 2036 ഭാരതത്തിൽ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 36 അല്ലെങ്കിൽ 40 അത് സംഭവിച്ചിരിക്കും. അപ്പൊ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ പേരിൽ UP-യിൽ ഉണ്ടായിട്ടുള്ള ചുമ്മാ ഇവിടെ ഇരുന്ന് ഈ അസുഖം വരുമ്പോഴത്തേക്കും ഊപ്പി എന്ന് പറഞ്ഞാൽ പോരാ. ഇന്നത്തെ UP എന്താണെന്ന് നിങ്ങൾ പോയി കണ്ട് മനസ്സിലാക്കണം. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ കേരളത്തിനും കേന്ദ്രത്തിനുമിടയിൽ ജോൺ ബ്രിട്ടാസ് MP പാലമായി പ്രവർത്തിച്ചുവെന്ന കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രസ്താവനയിൽ ജോൺ ബ്രിട്ടാസ് MPയെ മുന്നേ എന്ന് വിളിക്കണമോ മുസാഫിർ എന്ന് വിളിക്കണമോ എന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. മുന്ന എന്ന് വിളിക്കണോ മുസാഫിർ എന്ന് വിളിക്കണോ എന്ന് മാത്രം. മുസാഫിർ ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കും. തൃപ്പൂണിത്തുറയിൽ BJP സംഘടിപ്പിച്ച സ്ത്രീശക്തി സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ജനം, കൊച്ചി.